छोटी मछली बड़ी मछली। एकांकी का टाइटल इंटरेस्टिंग है। एकांकी है इसलिए जाहिर है रंगमंच होगा, डायलॉग होंगे, पात्र होंगे, है ना। आपको पता ही है एकांकी यानी नाटक जैसा ही होता है। नाटक का एक छोटा रूप होता है, तो उसमें कैरेक्टर्स होते हैं, पात्र होते हैं, डायलॉग होता है, संवाद होता है और रंगमंच तो होना ही है। रंगमंच यानी स्टेज, जहाँ पे ये नाटक अथवा ये एकांकी हो रहा है। ओके, तो यहाँ देखते हैं रंगमंच क्या है। यहाँ रंगमंच है एक മധ്യവർഗീയ പരിവാർ का ഡ്രോയിങ് റൂം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വീടാണ്. അവരുടെ ഡ്രോയിങ് റൂമാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് സ്റ്റേജായിട്ട്. ഓക്കെ, ഈ വൺ ആക്ട് പ്ലേയിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇതൊരു ഡ്രോയിങ് റൂമാണ്. ആരുടെ ഡ്രോയിങ് റൂമാണ്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെയാണ്. ആരാണ് ഓണർ? ആരാണ് ഇവിടെ താമസിക്കുന്നവർ? മിസ്റ്റർ രമാകാന്തും മിസ്സസ് ആഭ. ये इस एकांकी के प्रमुख पात्र हैं, मिस्टर रमाकांत और मिसेस आभा. कमरे के बीचों बीच ऊनी कालीन बिछा है और उसके ऊपर कीमती सोफ़ा सेट है. तो एक मिडिल क्लास फैमिली का जैसे लिविंग रूम होता है, ड्राइंग रूम, वैसे ही एक रूम है मिस्टर रमाकांत के घर में. और बैकग्राउंड से क्या है, हमें रमाकांत जी का स्वर सुनाई देता है. शुरुआत ऐसे होती है, अजी सुनती हो मेरा चश्मा नहीं मिल रहा है कहीं. देखिए, उनका चश्मा नहीं मिल रहा है, അദ്ദേഹത്തിൻ്റെ കണ്ണട കാണാനില്ല. അപ്പോൾ രമാകാന്തിൻ്റെ സൗണ്ട് മാത്രം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കേൾക്കാം. ഓപ്പണിംഗ് ലൈൻ അതാണ്. ഓക്കെ, चश्मे से क्या वहाँ पुराण पढ़ोगे, मेहमानों को रिसीव करने जा रहे हो या कथा करने. अब मिसेस आभा തിരിച്ചു മറുപടി പറയാണ്, ചഷ്മേ സേ വഹാ ക്യാ കരോगे, പുരാൺ പഠോगे. എന്ത് പുരാണം വായിക്കാൻ പോവാണോ? എന്തിനാണ് കണ്ണട? നിങ്ങൾ ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ പോവല്ലേ, അതിനെന്തിനാ കണ്ണട? तो रमाकांत टाई ठीक करते हुए बोलते हैं और प्रवेश करते हैं मंच पे. यानी कि ഇപ്പം നമുക്ക് രമാകാന്തിനെ കാണാം. അദ്ദേഹം ടൈ ഒക്കെ ശരിയാക്കി സ്റ്റേജിലേക്ക് വരികയാണ്. സ്റ്റേജ് എന്ന് പറയുമ്പം രമാകാന്തിൻ്റെ ഡ്രോയിങ് റൂമാണ്. तुम्हें कुछ सूझता तो है नहीं, हर बात में टांग अड़ाती हो, ചഷ്മ तो ആഖേ ഹേ ആദ്മി കി. നിനക്ക് എന്താ അറിയാവുന്നത്? കണ്ണട എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ്റെ കണ്ണ് തന്നെയാണ്. कहीं कुछ पढ़ना पड़े तो क्या अनपढ़ की तरह खड़ा रहूँगा. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വായിക്കേണ്ടി വന്നാൽ ഞാൻ ഈ എഴുത്തും വായനയും അറിയാൻ വയ്യാത്തവരെ പോലെ ഇങ്ങനെ നിൽക്കണോ? കാരണം എനിക്ക് കണ്ണടയില്ലാതെ ഒന്നും വായിക്കാൻ പറ്റില്ല. अच्छा बाबा लाती हूँ. तो आभा प्रवेश करती है, वो चश्मा ले आती है. यह लो चश्मा और यह रूमाल. अच्छा चलता हूँ. 9 ही तो बजे हैं, 10 बजे तो उन्होंने अपने रिश्तेदारों के यहाँ पहुँचने को लिखा है. അപ്പോൾ ഈ രമാകാന്ത് എവിടെയോ കാര്യമായിട്ട് പോവുകയാണ് ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ. കണ്ണടയും കർച്ചീഫും എല്ലാം ആഭ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആഭ ചോദിക്കുന്നത്, 9 മണി ആയതല്ലേ ഉള്ളൂ, ഇപ്പോഴേ ഇറങ്ങണോ? तो क्या तुम्हारी तरह नाक पर दिया जलाकर निकलूँगा, ऐसे मौक़ों पर 10 मिनट पहले पहुँचना चाहिए. ഇപ്പോൾ രമാകാന്ത് പറയും, നിന്നെ പോലെ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ പോകുന്ന ടൈപ്പ് ആളല്ല, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നേരത്തെ എത്തണം. ഇവരുടെ സംഭാഷണത്തിൽ നിന്നും ക്ലിയർ ആവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യാനാണ് രമാകാന്ത് പുറപ്പെടുന്നത്. ലേക്കിൻ പെഹലെ ഉनको फ़ोन तो कर दो. रिसीवर उठाकर फ़ोन डायल करती है और फिर उत्तेजना से वापस पटक देती है. यह फिर है, पड़ा है. तुम ऐसा करो, चौबे जी के यहाँ से उन्हें फ़ोन कर दो. ആഭ ഫോൺ എടുക്കുന്നു, പക്ഷേ അവരുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഡെഡ് ആവുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ എന്തോ കാര്യത്തിന് ഡയൽ ചെയ്യാൻ എടുക്കുന്നു, പക്ഷേ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ठीक है कर दूंगा, जाते जाते कर दूंगा. ഇപ്പോൾ രമാകാന്ത് ഞാൻ പോകുന്ന വഴിക്ക് അവരെ ഫോൺ ചെയ്യാം. और हाँ, अपने नंबर पर भी फ़ोन करना ज़रा. यह फ़ोन भी अजीब चीज़ है, आधे समय डेड रहता है तुम्हारी तरह, और जब तक बाहर से कॉल ना आए इसमें जान नहीं आती. ആഭ ഭർത്താവിനെ കളിയാക്കി പറയാണ്, നിങ്ങളെപ്പോലാണ്, പാതി സമയം ഈ ഫോൺ ഡെഡാണ്. അപ്പോൾ രമാകാന്തിന് ദേഷ്യം വരും. കുച്ച് തോ സോച്ച് സമജ് കർ ബാത് കിയാ കറോ, ബുഡി ഹോ ഗയി ഹോ പർ. എന്തെങ്കിലും ഒന്ന് നീ ഇങ്ങനെ വിവരക്കേട് പറയാതെ, ഇത്രയും പ്രായമായില്ലേ. ആഭ ബാത് കാട്ട് കർ ബോൾത്തി ഹൈ, ബൂഢേ ഹോ ഗए हो तुम, इसीलिए तो मजाक सुनकर भी झल्ला जाते हो. അപ്പോൾ ആഭ തിരിച്ചു പറയാണ്, ഞാനല്ല പ്രായമായത്, നിങ്ങളാണ് പ്രായമായത്, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ജോക്ക് പോലും പറയുമ്പോൾ മനസ്സിലാവാത്തത്. നിങ്ങളതിനാണ് ജോക്ക് കേൾക്കുമ്പം പോലും ഇറിറ്റേറ്റഡ് ആവുന്നത്.
अच्छा बाबा, तुम किशोरी बनी रहो, मैं चलता हूँ. രമാകാന്ത് കാ പ്രസ്ഥാൻ. രമാകാന്ത് പോവുകയാണ്. അപ്പോൾ ഇത് എങ്ങോട്ട് പോവുകയാണ്? രമാകാന്ത് ഒരു വളരെ സ്പെഷ്യൽ ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഒരു തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു ഈ കണ്ടത്. ആഭ സോഫയ്ക്ക് കുഷൻ ठीक करती है, ഗണേശി आता है. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, ഈ വൺ ആക്ട് പ്ലേയിലെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഗണേശി. ഇവരുടെ സെർവൻ്റാണ്. വഹ ദോനോ ഹാത്തോ മേ ഭാരി थैले लिए हुए है. ബഡി ദേർ കർ ദി ഗണേശി. അപ്പോൾ രണ്ട് സഞ്ചി നിറച്ച് സാധനങ്ങളുമായിട്ട് ഗണേശി പ്രവേശിക്കുകയാണ് വീട്ടിലേക്ക്. അബ് ഇത്തനി ചീസേ ലാനി थी तो देर तो होगी ही. അപ്പോൾ ആഭ ചോദിക്കും എന്തേ ഇത്രയും ലേറ്റ് ആയത്? അപ്പോൾ ഗണേശി പറയണം ഇത്രയും സാധനങ്ങൾ മേടിക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ നാച്ചുറലി ഞാൻ ലേറ്റ് ആവും. ലേ ആയ സബ്? ജി ബീബി ജി. ക്യാ ക്യാ ഹൈ? ബംഗാളി രസഗുल्ले, बादाम की बर्फ़ी, तले हुए काजू, ഫ്രൂട്ട്, നംകീൻ സബ് ലായാ ഹും. അപ്പോൾ ഗണേശി എല്ലാം മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഗസ്റ്റിന് വേണ്ടി വരുത്തിച്ചതാണ്. ഗണേശി പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്തൊക്കെയാണ്? ബംഗാളി रसगुल्ले, बादाम की बर्फ़ी, तले हुए काजू, फ्रूट, नमकीन सब लाया हूँ. और पान? जी हाँ, पान भी है. और आम का जूस? वह भी है. क्या मैं जानता नहीं? बड़ी मछली फंसानी है तो चारा भी बड़ा ही डालना होगा. നോക്ക്, മച്ഛലി, छोटी मछली बड़ी मछली, टाइटल അതായിരുന്നല്ലോ. അപ്പോൾ यहाँ पहुँच कर गणेशी जो घर का नौकर है वो एक बात कहता है कि बड़ी मछली फंसानी है तो चारा भी बड़ा ही डालना होगा. നമ്മൾ ചൂണ്ടയിടത്തില്ലേ, ചൂണ്ടയിടുമ്പോൾ നമ്മൾ കൊളുത്തിൽ ചെറിയ മീനിനെ പിടിക്കാൻ വേണ്ടി ചെറിയ ഒരു ഇരയെ ഇട്ടാൽ മതി. പക്ഷെ വലിയ മീനെ പിടിക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് ഇര വലുതാക്കണം, എന്നാലേ നമുക്ക് വലിയ മീനെ പിടിക്കാൻ ഒക്കൂ. तो ഗണേശി ഇവിടുത്തെ സെർവൻ്റാണ്. പക്ഷേ ഗണേശിയുടെ ഡയലോഗിലൂടെ നമുക്ക് പല കാര്യങ്ങളും, ഈ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാവും. അതല്ലെങ്കിലും വീട്ടിലെ ജോലിക്കാർക്കാണല്ലോ, അവർ ചുഴിഞ്ഞറിയും ഓരോ കാര്യങ്ങളും, ന്യൂസും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും. നമ്മുടെ സ്വഭാവം ശരിക്കും അറിയണമെങ്കിൽ വീട്ടിൽ നിൽക്കുന്നവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ നമ്മളെ ശരിക്കും അനലൈസ് ചെയ്യും. അപ്പോൾ ഗണേശി അതുപോലെയാണ്. ബഡി മച്ഛലി ഫസാനി ഹൈ तो चारा भी बड़ा ही डालना होगा. ആഭ ദേഷ്യത്തോടെ പറയും, ചുപ്, ക്യാ അനാപ് ഷനാപ് ബക്താ ഹൈ. അനാപ് ഷനാപ് ബക്ന മീൻസ് വായി തോന്നുന്നത് പറയാം. നീ എന്താണ് ഈ വായി തോന്നുന്നത് പറയുന്നത്? ബക്താ നഹി ബീബി ജി, സച്ച് कहता हूँ. बहुत रईस हैं वे लोग. वे नेताजी है ना टोपी वाले. क्या नाम है? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ല ചേച്ചി, ഭയങ്കര പണക്കാരാ. റईസിൻ്റെ അർത്ഥം എന്തുവാണ്? വളരെ ധനികർ. വേ നേതാജി ഹെ ന ടോപ്പി വാലേ. ക്യാ നാം ഹെ? ആ ലീഡർ ഇല്ലേ തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? ഓം പ്രകാശ് ജി. ഹാ, ഓം പ്രകാശ് ജി. വേ ഹി ബത്താ രഹേ ഥേ ബാബുജി കോ. ആ തൊപ്പിയിട്ട് നടക്കുന്ന ആ നേതാവില്ലേ ഓം പ്രകാശ് ജി, അദ്ദേഹം നമ്മുടെ സാറിനോട് പറയുന്നത് ഞാൻ കേട്ടതാ, അവർ വളരെ പണക്കാരാണ്. ക്യാ ബത്താ രഹേ ഥേ? ടെലിഫോൺ की घंटी बजती है. ഗണേശി റിസീവർ ഉഠാത്ത ഹൈ. അതിനിടയ്ക്ക് ഫോൺ വരും. ഹലോ, ഗണേശി ഈസ് ഹിയർ. സ്വർമേ അച്ചാനക് നർമി. വളരെ സോഫ്റ്റായിട്ട് ഫോണിൽ വളരെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും ഗണേശി. വളരെ മയത്തോടെ പറയും, ഗണേശി ഈസ് ഹിയർ. ജി ബാബുജി. ഹാ ഹാ, ബാസാർ ഗയാ ഥാ ജി. ജി ഹാ, ബാബുജി കാ ഫോൺ ഥാ. അപ്പോൾ രമാകാന്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഗണേശിയുടെ അടുത്ത്, മേടിക്കാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിച്ചോ എന്നുള്ളത്. ഹാ, तो क्या बता रहे थे ഓം പ്രകാശ് ജി. അപ്പം ആഭയ്ക്ക് ഇതറിയാനുള്ളൊരു ആകാംക്ഷ. ആഭ പിന്നെയും ഗണേശിയോട് ചോദിക്കുകയാണ്, എന്താണ് ഓം പ്രകാശ് ജി പറഞ്ഞത്? मैंने ज़्यादा नहीं सुना पर कह रहे थे बहुत पैसे वाले पार्टी हैं, करोड़पति लोग हैं. കോടിപതികളാണ്. ഞാൻ അധികമൊന്നും കേട്ടില്ല കേട്ടോ, പക്ഷേ ഇത്ര എനിക്ക് മനസ്സിലായി, വരാൻ പോകുന്നവർ കോടിപതികളാണ്. ठीक है, अब तू अंदर जाकर खाने पीने का प्रबंध कर. और हाँ, तू बोलता बहुत ज़्यादा है, मेहमानों के सामने ज़्यादा बड़बड़ मत करना. അപ്പം ആഭ ഒരു മുന്നറിയിപ്പ് കൊടുക്കും, ഗണേശ് ഇനി ഒരുപാട് സംസാരിക്കും, അനാവശ്യമായിട്ട് സംസാരിക്കില്ല, പ്രത്യേകിച്ച് ഗസ്റ്റുകൾ വരുമ്പം നീ നിൻ്റെ വാ തുറക്കണ്ട. ജി ജി നഹി കറൂങ്കാ ബീബി ജി. मैं क्या जानता नहीं, शोर करने से मछली बिदक जाती है. അപ്പം ഗണേശ് പിന്നെയും ഒരു കൗണ്ടർ അടിക്കുകയാണ്. എനിക്കറിയാം, നമ്മൾ കൂടുതൽ നമ്മൾ സംസാരിച്ച് ബഹളം വെച്ചാൽ മീൻ അങ്ങ് തെന്നിപ്പോവും. കാരണം നമുക്ക് ഈ ചൂണ്ടയിടുമ്പോഴൊക്കെ ചൂണ്ടയിടുന്നവർക്കറിയാം, നമ്മൾ വളരെ സൈലൻ്റായിട്ടിരിക്കും.
എന്നിട്ട് ആ കൊളുത്തി ഇങ്ങനെ വലിക്കുമ്പോഴാണ് നമ്മൾ ചൂണ്ട പൊക്കുന്നത്. നമ്മൾ അധികം ബഹളം ഉണ്ടാക്കിയ മീൻ അങ്ങോട്ടേക്ക് വരില്ല. यह दुनिया एक नदी है और हम सब बैठे हैं मछलियों की चाह में. किसी की फंस जाती है, किसी की भाग जाती है. ഇപ്പം ഗണേശി പറയാണ് ഈ ലോകം തന്നെ ഒരു നദിയാണ്. നമ്മളെല്ലാവരും ഇരിക്കുന്നത് മീനിനെ പിടിക്കാനാണ്. കിസി കി ഫസ് ജാത്തി ഹെ, കിസി കി ഭാഗ് ജാത്തി. ചിലർക്ക് ഭാഗ്യമുള്ളവർക്ക് മീനിനെ കിട്ടും, ചിലർക്ക് കിട്ടില്ല. तो रमाकांत प्रवेश करते हुए, അപ്പോൾ പോയ രമാകാന്ത് തിരിച്ചു വരികയാണ്. तूने फिर शायरी शुरू कर दी. तुझसे कितनी बार कहा है कि जबान कम हाथ ज़्यादा चलाया कर. चल अंदर जाकर जलपान की तैयारी कर. അപ്പോൾ രമാകാന്ത് കയറി വരുമ്പം ഗണേഷിയുടെ ഈ ഒരു പാട്ടും കേട്ടാണ് വരുന്നത്. ഗണേഷിയെ വഴക്ക് പറയും രമാകാന്ത്, പോയി നീ അകത്ത് പോയി ജോലി ചെയ്യും. ഗണേശി ജാता है. आभा आश्चर्य के साथ पूछती है, तुम वापस क्यों आ गए. അപ്പോൾ ആഭ അതിശയത്തോടെ ചോദിക്കും, കാരണം ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ പോയ ആൾ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നു. चौबे जी के यहाँ से फ़ोन किया तो पता चला उन लोगों का प्रोग्राम बदल गया है. वे कार से नहीं ट्रेन से आ रहे हैं. ओम प्रकाश उन्हें खुद रिसीव करने जाएगा. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവരുടെ പ്ലാൻസൊക്കെ മാറി. അപ്പോൾ നമ്മുടെ ഓം പ്രകാശ് തന്നെ അവരെ റിസീവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. तुम साथ नहीं जाओगे. नहीं, ओम प्रकाश पार्टी दफ्तर गया है. वहीं से सीधे സ്റ്റേഷൻ जाएगा. ഓം പ്രകാശ് എന്ന് പറഞ്ഞാൽ ഒരു നേതാവാണ്. ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അദ്ദേഹം ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ളൊരു വ്യക്തിയാണ് ഈ വരാൻ പോകുന്നത് ഇവരുടെ വീട്ടിലേക്ക്. അപ്പം ഓം പ്രകാശ് തന്നെ ആ ഉത്തരവാദിത്വം അങ്ങ് ഏൽക്കും. അവരെ റിസീവ് ചെയ്യുന്ന ജോലി അയാൾ ചെയ്യാവുന്നു. രമാകാന്ത് ഗണേഷിനെ ഒന്നുകൂടെ വിളിക്കും, എല്ലാ ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയായോ എന്ന് ചോദിക്കാൻ വേണ്ടി. സബ് സാമാൻ തയ്യാർ ഹെ. जी साहब. चाय कॉफ़ी का क्या इंतज़ाम है. दूध तैयार है. दूध, चाय, कॉफ़ी, कोल्ड ड्रिंक जो कहेंगे. आप कहें तो उस दूसरे ड्रिंक का भी इंतज़ाम करूं. ഇപ്പോൾ ഗണേശി നോക്കിയ വളരെ സ്മാർട്ടാണ്. പാല്, ചായ, കോഫി, കോൾഡ് ഡ്രിങ്ക് എല്ലാം റെഡിയാണ്. സാറ് പറയുകയാണെങ്കിൽ മറ്റേ ഡ്രിങ്കും ഞാൻ റെഡിയാക്കാം. क्या बकते हो. वैष्णव है वे और फिर सुबह सुबह कोई पीता है. നീ എന്താ ഈ പൊട്ടത്തരം പറയുന്നത്. അവർ വൈഷ്ണവാണ്. വൈഷ്ണവ് എന്ന് പറയുമ്പോൾ അവർ മദ്യമൊന്നും തൊടാറില്ല. അവർ നല്ല സ്വഭാവമുള്ളവരാണ്. അല്ലേ തന്നെ ഈ രാവിലെ ആരെങ്കിലും മദ്യപിക്കുമോ. പീത്തെ ഹേ ബാബുജി. അസ്ലി റയീസ് തോ കുല്ലാ ഭി വിസ്കി സെ ഹി കർത്തേ ഹേ. നോക്കൂ ഗണേശി പറയുന്നത് എന്താണ്, നല്ല പണക്കാരാണെങ്കിൽ വാ കൊക്കിളിക്കുന്നത് പോലും മദ്യത്തിലാണ്. स्टैंडर्ड बढ़ता है इससे. पहले मैं जिन राजा साहब के यहाँ काम करता था ना, वे तो दाढ़ी भी बियर से बनाते थे. അപ്പോൾ ഗണേശി പറയാണ്, ഞാൻ നേരത്തെ ഒരു രാജാ സാഹിബിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നല്ലോ, അദ്ദേഹം ഷേവ് ചെയ്യാൻ പോലും ഉപയോഗിക്കുന്നത് ബിയറായിരുന്നു. അപ്പോൾ രണ്ടുപേരും ചിരിക്കും. ഗണേശി ജി ബാബുജി, जब वे लोग आए तो मेहरबानी करके अपने राजा साहब का जिक्र मत करना. അപ്പോൾ രമാകാന്തും ഗണേശിയെ ഉപദേശിക്കുകയാണ്, നോക്കൂ ദയവ് ചെയ്ത് അവർ വരുമ്പോൾ നീ നിൻ്റെ പഴയ ഉടമസ്ഥൻ രാജാ സാഹിബിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പോലെ. ഇതിനു മുമ്പ് ആഭ എന്താണ് ഉപദേശിച്ചത്, നീ ദയവ് ചെയ്ത് അധികം സംസാരിക്കരുത് അവരുടെ മുമ്പിൽ. നഹീ കറൂങ്കാ ബാബുജി പുരാനി ബാത്തോं का क्या गाना वह क्या कहते हैं. എന്നിട്ട് അയാൾ ഒരു പാട്ട് പാടും. अच्छा गालिब साहब, शेरो शायरी छोड़ो और अंदर जाकर काम करो. शायरी कहाँ हमें रास आई. അപ്പോൾ ഈ ഗണേശി പല പ്രാവശ്യം ഓവർ സ്മാർട്ടാവും, പാട്ടൊക്കെ പാടാൻ തുടങ്ങും. രമാകാന്ത് വഴക്ക് പറഞ്ഞ് ഗണേശിനെ അകത്തോട്ട് പോകാൻ പറയും. ജാത്താ ഹൂँ ബാബുജി. ആഭാ യഹ റിഷ്ത ഹോ ജായേ തോ വാരേ ന്യാരേ ഹോ ജായേ സച്ച്മുച്ച്. ഇപ്പം രമാകാന്ത് ആഭയോട് പറയാണ്, ഈ ഒരു ബന്ധം റെഡിയാകുകയാണെങ്കിൽ നമ്മുടെ കാര്യം സെറ്റായി. हो जाए तो ठीक है, ना हो तो रिश्तों की क्या कमी है हमें. लड़का हमारा लाखों में एक है, गोरा है, लंबा है और सबसे बड़ी बात है MD है. MD क्या सड़कों पर पड़े मिलते हैं. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ മകൻ്റെ കല്യാണക്കാര്യമാണ്. ഇവരുടെ മകന് ഒരു വലിയ ബന്ധം കിട്ടാൻ പോവുകയാണ്. ആ പെണ്ണിൻ്റെ അച്ഛനും അവരൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണിത്. അപ്പോൾ ആഭ പറയുന്നത് നമ്മുടെ മകന് ഒട്ടും പുറകോട്ടല്ല. എന്താണ്, ഗോരാ ഹെ, നിറമുണ്ട്, ഹൈറ്റുണ്ട്. സബ്സെ ബഡി ബാത് ഹെ MD ആണ്. MD ക്യാ സടക്കോം പർ പടേ മിൽത്തേ ഹെ. മെഡിസിൻ കഴിഞ്ഞ് PG ചെയ്ത കുട്ടിയാണ്. അപ്പോൾ ഈ അങ്ങനത്തുള്ള പയ്യന്മാരെയും കിട്ടാനൊക്കെ കുറവാണ്. അങ്ങനത്തുള്ള പയ്യന്മാരും സുലഭമായിട്ട് കിട്ടാനില്ല. യഹ സബ് ഠീക്ക് ഹെ,
पर जगदीश प्रसाद के घर से रिश्ता आए यह छोटी मोटी बात नहीं है। उनकी 3 फैक्ट्रियां हैं, गांव में 200 एकड़ ज़मीन है, ट्रांसपोर्ट का बिजनेस है, 2 पेट्रोल पंप है, और एक बात सुनोगी तो उछल ही पड़ोगी. അപ്പം രമാകാന്ത് പറയും നമ്മുടെ മകന് എം ഡി ആണ്, ഓക്കെയാണ്, പക്ഷേ ഈ ഒരു ബന്ധം കിട്ടുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ ലോട്ടറി അടിച്ച പോലാണ്. കാരണം എന്താണ്, പെൺകുട്ടിയുടെ അച്ഛന് 3 ഫാക്ടറി ഉണ്ട്, 200 ഏക്കറോളം സ്ഥലമുണ്ട്, ട്രാൻസ്പോർട്ടിൻ്റെ ബിസിനസ്സുണ്ട്, 2 പെട്രോൾ പമ്പുണ്ട്, അങ്ങനെ വലിയൊരു ബിഗ് ഷോട്ടാണ്. അത് മാത്രമല്ല, ഏക് ബാത് സുനോഗി തോ ഉച്ഛൽ ഹി പടോഗി, ഒരു കാര്യം കൂടെ ഉണ്ട്, അത് കേട്ടാൽ നീ ഞെട്ടിപ്പോവും. ऐसी क्या बात है? നീലിമ ഉൻകി ഇക്ലോത്തി സന്താൻ ഹെ. ഇക്ലോത്തി എന്ന് വെച്ചാൽ ഒറ്റ മോള്, നീലിമ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരെന്തുവാണ്? നീലിമ. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ക്യാരക്ടേഴ്സിൻ്റെ പേര് രമാകാന്തും ആഭായും, അവരുടെ വീട്ടിലെ ജോലിക്കാരൻ ഗണേശി, പിന്നീട് നീലിമ. നീലിമയാണ് ഇവരുടെ മകനെ കൊണ്ട് കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നീലിമ ഉൻകി ഇക്ലോത്തി സന്താൻ ഹെ. अच्छा, फिर तो शादी के बाद यह सब अपने विनय का ही समझो. खुशी से उछलने लगती है ആഭ. ആഭയ്ക്ക് വളരെ സന്തോഷവും, കാരണം അവരുടെ മകൻ വിനയ്, മകൻ്റെ പേര് ഇവിടെ വന്നു. വിനയുടെ വിവാഹം നീലിമയായിട്ട് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അപ്പം നീലിമയുടെ അച്ഛൻ വളരെ പണക്കാരനാണ്, 2 പെട്രോൾ പമ്പുണ്ട്, ട്രാൻസ്പോർട്ടിന് ബിസിനസ്സുണ്ട്, 3 ഫാക്ടറിയാ ഉണ്ട്, 3 ഫാക്ടറിയാ ഹെ, 200 ഏക്കർ ജമീൻ ഹെ. ഓർ പിന്നീട് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണ്? നീലിമ ഉൻകി ഇക്ലോത്തി സന്താൻ ഹെ, ഒറ്റ മോളാണ്. इसीलिए तो कह रहा हूँ, അതിഥി സത്കാർ और ടീം ഡാം में कोई कमी नहीं आनी चाहिए. അതുകൊണ്ടാണ് പറയുന്നത്, അവരെ സ്വീകരിക്കുന്നതിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകാൻ പാടില്ല, എല്ലാ രീതിയിലും അവരെ പ്രീതിപ്പെടുത്തണം. लेकिन तुमने यह सब मैनेज कैसे किया? എങ്ങനെ ഒപ്പിച്ച് ഈ ഒരു അലയൻസ്? अरे सब अपनी अकल का कमाल है मैडम, बताओ दो. ओम प्रकाश है ना? हाँ, वे नेताजी जो खादी पहनते हैं. हाँ, वह मेरा क्लास फेलो है. ये लोग ओम प्रकाश के रिलेटिव हैं. दूर के रिश्ते में ओम प्रकाश की भांजी है यह लड़की. उन्होंने बंसल साहब के यहाँ बात चलाई थी. मुझे पता चला तो मैंने बीच में ही उसे पटा लिया. നമ്മുടെ ഓം പ്രകാശില്ലേ നേതാവ്, അവൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഓം പ്രകാശിൻ്റെ ഒരു റിലേറ്റീവായിട്ട് വരും ഈ പെൺകുട്ടി. അപ്പോൾ ആക്ച്വലി ബൻസൽ സാബിൻ്റെ മകനുമായിട്ടാണ് ഇവർ അലയൻസ് ആലോചിച്ചത്. പക്ഷേ എനിക്കിത് ന്യൂസ് കിട്ടിയപ്പോൾ ഞാൻ അത് തട്ടി മാറ്റിയിട്ട് നമ്മുടെ മോന് വേണ്ടി ആലോചിക്കാൻ പറഞ്ഞു. വീനു को दिखाया तो खुश हो गया, कह रहा था हमारी ओर से रिश्ता पक्का ही समझो. അപ്പം ഞാൻ മോനെയും കാണിച്ചു, പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരിക്കും കാണിച്ചത് ഒരു പക്ഷേ. അപ്പം മകനും ഇഷ്ടപ്പെട്ടു, ബന്ധം ഉറപ്പിക്കാൻ പറഞ്ഞു. लेकिन लड़की अच्छी है, कहते हैं ज़रा सांवली है, पर पढ़ी लिखी है, कद ठीक है, नाक नक्श अच्छे हैं, बस एक कमी है, माँ नहीं है. അപ്പോൾ പെൺകുട്ടി എങ്ങനെയാണ്? മാ നിറവാണ്, കുഴപ്പമില്ല. പക്ഷേ കാരണം അപ്പം അവർക്കത് കുഴപ്പമില്ല. പൊതുവേ കല്യാണ മാർക്കറ്റിൽ പെൺകുട്ടി വെളുത്തിരിക്കണം എന്നുള്ളൊരു ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ്. പക്ഷേ ഇവിടെ അത് പെൺകുട്ടി സാവിലിയാണ്, മാ നിറവാണ്, പക്ഷേ പഠിത്തമൊക്കെ ഉണ്ട്, ഹൈറ്റും ഒക്കെ ഓക്കെയാണ്, നാക്ക് നക്ഷ അച്ഛേ ഹെ, ഫീച്ചേഴ്സൊക്കെ ഓക്കെയാണ്. ബസ് ഏക് കമി ഹെ, ഒരു കുഴപ്പമേ ഉള്ളൂ, അമ്മയില്ല. ലേക്കിൻ വിനു കോ തോ ഇസ് റിശ്തേ മേ കോയി ദിൽചസ്പി ഹി നഹി. പാഭ പറയാണ്, പയ്യനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നെങ്കിലും കല്യാണക്കാര്യം പറയുമ്പോൾ അവനൊരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ. മൂർഖ് ഹെ, സുബ കിത്തന റോക്ക പർ സബ് ഛോഡ് ഛാഡ് കർ ക്ലിനിക് ചലാ ഗയാ. പാഭ പറയാണ്, അവന് ബോധമില്ല, ഇത്രയും നല്ലൊരു ബന്ധം വരുന്നത്. അവനോട് നിൽക്കാൻ പറഞ്ഞതാണ്, പെണ്ണിൻ്റെ അച്ഛനാണ് വരുന്നത്, പക്ഷേ അവൻ അങ്ങ് ക്ലിനിക്കിലേക്ക് പോയി. कोई बात नहीं, उन लोगों ने वीनू को पहले ही देख रखा है. वैसे ज़रूरत पड़ी तो गणेशी को भेज कर बुलवा लेंगे, या फिर मैं टेलीफोन कर दूंगा. അപ്പം വീനു പോയെങ്കിലും കുഴപ്പമില്ല, വിനയ് പോയെങ്കിലും കുഴപ്പമില്ല, ക്ലിനിക്കിൽ പോയിക്കോട്ടെ, ആവശ്യം വന്നാൽ ഞാൻ അവനെ വിളിക്കാം. പെട്ടെന്ന് ഫോൺ വരും. ഹലോ ജി हाँ आप. अच्छा मैं उन्हें देती हूँ. ओम प्रकाश ജിയുടെ കോളായിരുന്നേ. हेलो, क्या गाड़ी आ चुकी है? लेकिन गाड़ी तो लेट थी. मेकअप कर लिया, आपको नहीं मिले? हाँ, यह भी हो सकता है टैक्सी करके निकल पड़े होंगे. ठीक है, आएंगे तो मैं घर पर ही हूँ, सब तैयारी हो गई है. ओके. गाड़ी तो आ गई है,
जब तक ओम प्रकाश സ്റ്റേഷൻ പਹੁंचा വേ ഷായദ് ടാക്സി करके निकल पड़े. അപ്പോൾ ഓം പ്രകാശിൻ്റെ ഫോണായിരുന്നു ആ നേതാവിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ഫെലോ. ഓം പ്രകാശ് വിളിച്ച് പറഞ്ഞ ഇൻഫർമേഷൻ എന്താണ്? റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വന്നു, പക്ഷേ ഓം പ്രകാശ് അവിടെ എത്തിയപ്പോഴത്തേക്കിനും അവരെ കാണാനില്ല. അപ്പോൾ അവർ ഒരുപക്ഷെ ടാക്സിയും പിടിച്ചിങ്ങനെ നേരിട്ട് വന്ന് കാണും. उनके पास एड्रेस वगैरह है? हाँ हाँ क्यों नहीं. हाँ तो मैं क्या कह रहा था, सब इंतज़ाम टिप टाप होना चाहिए. और हाँ, अपनी हैसियत को खूब बढ़ा चढ़ाकर बताना होगा. ज़रा ख्याल रखना. कांटा कुछ ऐसा फेंको कि मछली फंसे ही फंसे. അപ്പോൾ രമാകാന്ത് പറയാണ്, നമ്മൾ നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ സമ്പത്ത് എല്ലാത്തിനെയും പറ്റി ഇച്ചിരി പൊക്കി തന്നെ അങ്ങ് പറഞ്ഞേക്കണം. കാരണം കാട്ട കുച്ച് ഏസാ ഫേങ്കോ, നമ്മൾ മുള്ളിടുമ്പോൾ, നമ്മൾ ചൂണ്ടയ്ക്ക് മുള്ളിടുമ്പോൾ നല്ല ശക്തിക്ക് തന്നെ ഇടണം. എന്ന് വെച്ചാൽ നല്ല വലിയ മീൻ കൊളുത്തുന്ന രീതിയിൽ തന്നെ ഇടണം. കി മച്ച്ലി ഫസേ ഹി ഫസേ, മീൻ ഒരിക്കലും മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ മീൻ ആരാണ്? ഈ പെൺകൂട്ടരാണ്. പണമുള്ള പെൺകുട്ടിയുടെ അച്ഛനാണ്. അവരെ കൊളുത്താൻ വേണ്ടിയാണ് ഈ ആൺകൂട്ടർ ഇത്രയും തന്ത്രപ്പാട് ചെയ്യുന്നത്, ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ എന്താണ്? രമാകാന്തിൻ്റെ വീടാണ്. രമാകാന്തിൻ്റെ വൈഫ് ആഭ, വീട്ടിലൊരു ജോലിക്കാരനുണ്ട്. അല്പം വായാടിയാണെങ്കിലും കാര്യങ്ങൾ പറയുന്ന ഒരു ജോലിക്കാരനാണ് ഗണേശി. രമാകാന്തും ആഭയുടെയും മകൻ്റെ പേരാണ് വിനയ്, വീനു എന്ന് വിളിക്കും. വിനയ് ഡോക്ടറാണ്. അപ്പം വിനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആലോചനയാണ് ഈ ഒരു പെൺകുട്ടിയുടേത് വരുന്നത്. നീലിമയുടെ അച്ഛൻ വളരെയധികം പണക്കാരനാണ്. അപ്പം നീലിമയുടെ അച്ഛൻ ഈ വീട്ടിലേക്ക് വരികയാണ്. അതിനുവേണ്ടി ഇവരെല്ലാ തയ്യാറെടുപ്പും നടത്തി. ഇനി വരുമ്പം ആ മീനിനെ ഇവരുടെ ചൂണ്ടയിലേക്ക് കൊളുത്താൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ട് ഇരിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം.